മോശമാക്കി ഔലിയാക്കന്മാർ ചീത്തയാക്കിയിട്ട് മുഹമ്മദ് ഇസ്മായിൽ ഹസനിയുടെ ആദ്യത്തെ തന്നെയുണ്ട്. രണ്ടാമത് നോക്കിക്കോളും നിങ്ങളും അവതാരിക മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വിയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ മുസ്ലിംകളിൽ വലിയൊരു ഭാഗം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ആകൃഷ്ടരായി തീർന്നിരിക്കുന്നു. ഈ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് നസീഹത്തുൽ മുസ്ലിം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് മൗലാന ഖുർറം അലീസായി സമാധാനമില്ലാതെയായി. അപ്പൊ ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും അമുസ്ലിംകളോട് തുല്യപ്പെട്ടു പോകുന്നു എന്നാണ് പിന്നീട് സന്ദേശം കൊടുത്തത് മൗലാന സയ്യിദ് അബ്ദുല്ലാഹിൽ ഹസൻ നദ്വി അവർകളാണ്. അതിലാണെങ്കിലോ അദ്ദേഹത്തിന് ഓരോ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഈ പരിശ്രമത്തിന് മുന്നിട്ടിറങ്ങിയ സയ്യിദ് അഹമ്മദ് ഷഹീദ് റാന്റെയും അങ്ങനെ തുടങ്ങിയിട്ട് പറയുന്നു. അവരിൽ തന്നെ മൗലാന ഇസ്മായിൽ ഷഹീദ് റാന്റെ തഖിയ്യത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിന്റെ പ്രയോജനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാൻ പോകുന്നു. ഇസ്മായിൽ ഷഹീദിന്റെ കിതാബാണ് തഖിയ്യത്തുൽ ഈമാൻ. ആ തഖിയ്യത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിലൂടെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഭൂതം, ജിന്ന്, ശൈത്താൻ എല്ലാവരും തുല്യം തന്നെ എന്നെഴുതി വെച്ച ഇസ്മായിൽ ഷഹീദിന്റെ ഗ്രന്ഥത്തെയാണ് അതിലൂടെ പുകഴ്ത്തിയിരിക്കുന്നത്. ഇനി ആ മുഖത്തിലേക്ക് കടന്നാലോ കേട്ടോളൂ. പണ്ഡിതന്മാർക്ക് പോലും കാരിടറുന്ന ശിർക്കിന്റെ ആപത്തിൽ നിന്നും നിന്റെ കാരുണ്യം കൊണ്ട് മാത്രം നീ ഞങ്ങളെ രക്ഷിച്ചു. ഇന്ന് ഇന്ത്യയിൽ അപകടകരമായി ഒരു നാശം പടർന്നു പിടിച്ചിരിക്കുന്നു എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. ഉമ്മത്തെ മുഹമ്മദിയ്യയിലെ അനേകം പേർ ശിർക്കിൽ കുടുങ്ങിക്കിടക്കുന്നു. പക്ഷേ ഇവരധികം മുസ്ലിംകളും അജ്ഞതയുടെ കയത്തിലാണ്. അഥവാ സുന്നികളാകുന്ന നമ്മൾ മുഴുവനും ശിർക്കിന്റെ ആളുകളാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദരന്മാരെ, ശിർക്ക് ചെയ്യുന്നവർ മുശ്രിക്കുകളല്ലേ? അതെ. മുശ്രിക്ക് ഇസ്ലാമിന് പുറത്തല്ലേ? അതെ. എങ്കിൽ ഇസ്ലാമിന് പുറത്തായ മുശ്രിക്ക് അവൻ അറുത്താൽ എത്ര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ആ അറുത്ത പശുവിന്റെ മാംസം കഴിക്കാമോ? നമ്മുടെ കച്ചവടത്തിലെ പാർട്ണറാണ്, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരനാണ്, നമ്മുടെ വീട്ടിലെ ജോലിക്കാരനാണ്. പേരെന്താണ്? ദാമോദരൻ അല്ലെങ്കിൽ കരുണാകരൻ. അദ്ദേഹം നമ്മളെ സൽക്കരിക്കുന്നു. ഓണത്തിന് വീട്ടിലേക്ക് വിളിച്ചു. പറഞ്ഞു, മുതലാളി, ഞാൻ എന്റെ വീട്ടിൽ വളർത്തിയ നല്ല കോഴിയാ, നല്ല ഫ്രഷ് സാധനം, ഞാൻ തന്നെ പിടിച്ചറുത്തതാ, എന്റെ വൈഫാ പാകം ചെയ്തത്, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ തബ്ലീഗുകാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കഴിക്കുമോ? എന്തേ കഴിക്കാത്തത്? കരുണാകരൻ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അതെ. അയൽവാസിയല്ലേ? അതെ. ജോലിക്കാരനല്ലേ? അതെ. എന്തേ കഴിക്കാത്തത്? അദ്ദേഹം ഇസ്ലാമെന്ന് പുറത്തായി പോയി. ഞാൻ ചോദിക്കുന്നു, സുന്നികളാകുന്ന പള്ളിയിലെ ഉസ്താദും മുക്രിയും ആദ്യനും ആലിമും റാത്തീബ് ചൊല്ലുന്നവരാണ്, അതുപോലെ മുദ്ദിശിഖനെ വിളിക്കുന്നവരാണ്, ബദരീങ്ങളെ വിളിക്കുന്നവരാണ്. ഇവർ മുശ്രിക്കാണ്. അവർ അറുത്തതിന്റെ മാംസം ഭുജിക്കാമോ? നിങ്ങൾ സ്റ്റേജ് കെട്ടി മറുപടി പറയണമെന്നില്ല. നാളെ നിങ്ങളൊന്ന് ചർച്ച കിട്ടിച്ചാൽ മതി. കരുണാകരനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും സലാം പറയുമോ? ഇല്ല. സുന്നികളെ കണ്ടാ സലാം പറയാറില്ലേ? ഉണ്ട്. കരുണാകരൻ സലാം അടക്കാതിരുന്ന പരാതിയുണ്ടോ? ഇല്ല. സുന്നി മുസ്ലിയാരോട് അസ്സലാമു അലൈക്കും വലൈക്കും സലാം അടക്കാതിരുന്ന പരാതിയില്ലേ? ഉണ്ട്. അതെന്തിനാ? ഒരു ക്രൈസ്തവ സഹോദരനാകുന്ന ജോസഫേട്ടന്റെ മകൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്, നേരത്തെ പറഞ്ഞു എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ കണ്ടാൽ ആഗ്രഹിക്കുന്ന പെണ്ണാണ്, ധാരാളം നല്ല തറവാടിത്തമുണ്ട്. പക്ഷേ പേരെന്താണ്? സുഷമ. കല്യാണം കഴിക്കുമോ? ഇല്ല. ഡബിൾ എസ്കിഷിന്റെ മതം മാറിപ്പോയി. ഒരു സുന്നി തറവാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാമോ? തബ്ലീഗ് ജമാഅത്തിൽ കുടുങ്ങിയവർ ചിന്തിക്കണം. ഞാൻ ഈ പുസ്തകത്തിനാകെ 3 പോയിന്റുകളാണ് വായിച്ചത്. ഇനി ഒന്നും കൂടെ ഞാൻ വായിക്കുന്നു കേട്ടോളൂ. അധ്യായം 1. ശിർക്ക് എന്നാൽ എന്ത് പറയാം? ഒരു നബിക്കോ ഒരു വലിയനോ ഒരു മലക്കിനോ ഷഹീദിനോ മറ്റെന്തെങ്കിലും ശക്തിക്കോ ഒരു കഴിവും ഇല്ലെന്നും അവരെല്ലാവരും അല്ലാഹുവിന്റെ അടിമകളും അവന്റെ മുന്നിൽ അശക്തരും അവനിലേക്ക് ആശ്രിതരുമാണെന്ന് വിശ്വസിക്കലാണ് തൗഹീദിന്റെ യാഥാർത്ഥ്യം.
ഇടത്തുനിന്ന് വലത്തോട്ടോ വലത്തുനിന്ന് ഇടത്തോട്ടോ എഴുതി ഏതെങ്കിലും കിതാബിൽ താരിഫ് കാണിച്ചിരോ? ഏതെങ്കിലും കിതാബിൽ ഇസ്ബാത്തു ശരീഅത്തി ഫിൽ ഉലൂഹിയ്യത്തി ബിമാന വുജൂബിൽ വുജൂദി ഔ ബിമാന ഇസ്തിഖാഖിഹാ അല്ലേ? നിങ്ങൾ ഈ രൂപത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ തുടങ്ങി അവരെ പേരെടുത്ത് പരാമർശിച്ച് അവർ അശക്തരാണ്, ഒന്നും കഴിയാത്തവരാ, ഇത് വിശ്വസിക്കലാണ് തൗഹീദ് എന്നോ ഏതെങ്കിലും കിതാബിൽ കാണിക്കാൻ കഴിയോ? ഞാൻ വെല്ലുവിളിക്കുന്നില്ല. എന്നെ വെല്ലുവിളിച്ചാൽ പറയോ സഖാഫികളിൽ കയറി നിന്ന രണ്ട് കാര്യമാണ്. ഒന്ന് വെല്ലുവിളിക്കും, രണ്ട് പരിഹസിക്കും. അങ്ങനെയാ സഖാഫികൾക്ക് പരിഹാസത്തിരി കൂടുതലാ, വെല്ലുവിളിയും. പക്ഷെ അത് നിങ്ങൾ വെറുതെ പറയാ. ചാൻസ് കിട്ടിയ ജമാഅത്ത് ഇസ്ലാമി പരിഹസിക്കും, മുജാഹിദും പരിഹസിക്കും, തബ്ലീഗും പരിഹസിക്കും. അത് ഓരോ പ്രഭാഷകന്റെ ശൈലി. ഇപ്പോ ഉസ്താദിന്റെ ശൈലിയാകൂല എനിക്ക്, എന്റെ ശൈലിയാകൂല ഹംസ സഖാഫിക്ക്, അതാകൂല ബഹുമാനപ്പെട്ട ഹംസ സഖാഫി ഉസ്താദ്. താഹ ഉസ്താദിന്റെ ശൈലി മറ്റൊന്നാവും. ഇത് പറയും നാളെ ഇനി ഒരു കുറ്റം പറയാല്ലെങ്കിൽ അതാ പറയാ സഖാഫികൾ കുറെ ഗർവാള പ്രസംഗം നടത്തി ഇത്തിരി ഗൗരവം കൂടി ആ ശൈലി വേണ്ടില്ലായിരുന്നു. പരിഹാസലേശം കൂടി വെറുതെ പറയാൻ ഓസേബിളിന് ഓരോ ഗുളിക ഞാൻ തരാം. മുജാഹിദ് പ്രസ്ഥാനം കളിയാക്കിയത് വേണമെങ്കിൽ ഒന്ന് കേട്ടോളൂ. നിങ്ങൾ ഞാൻ പ്രസംഗിച്ച് കൊയമ്പോ എന്താണ് നിങ്ങൾ പൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാഹ് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാ ചായ ദശമൂലാറ്റൊക്കെ കുടിക്കുക. നിങ്ങൾ ഇങ്ങനെ അത് ചെയ്യുക. അപ്പൊ നബിയുടെ പേര് ഇതെന്താ ഇപ്പൊ നമ്മൾ സലാത്ത് നബിന്റെ പേരില് സലാത്ത് നബിന്റെ പേരിൽ സലാത്തും സലാമും ചെയ്യുന്നതല്ല അറിയാം. പിന്നെ നബിയെ വിളിച്ചിട്ട് പാട്ട് അങ്ങനെ നബിനോട് സലാം ഞങ്ങൾ കണ്ടപ്പോ നമ്മളെ കേവിക്ക് ധാരാളമായിരിക്കും. എന്താ കാരണം? ഇങ്ങനെ ഉണ്ടോ? നബിനെ ആജയെ കണ്ടപ്പോ ആജയെ സലാമലൈക്കും. ചില പെണ്ണുങ്ങളെ കണ്ടപ്പോ പെണ്ണുങ്ങളെ സലാമലൈക്കും പെണ്ണുങ്ങൾ പറയും. ഇങ്ങനെ നബിക്ക് സലാം ചെല്ലണ്ടാ ഇങ്ങനെ പാട്ടുകാരനോട് നമ്മളിപ്പോ നാട്ടുകാരോട് ഉണ്ടാവും. നിങ്ങളെന്ത് പറയും? അയാളെന്ത് മനുഷ്യൻ, അയാൾ സലാം ചെല്ലണമൊക്കെ പാട്ട് അടിക്കുക അല്ലേ? പക്ഷെ നമ്മൾക്ക് അത് മൗലൂദല്ലേ? മൗലൂദെന്താ മാറ്റം? മറുപടി ഉണ്ടായി. ഈച്ചയുടെ ഒരു ചിറകിൽ വിഷം, മറ്റേ ചിറകിൽ അതിന് ഷിഫി ഉണ്ട്. അപ്പൊ മറുപടി ആര് പറഞ്ഞു? മൗലൂദ് പാട്ടെന്ന. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന റസൂലുള്ളാഹിയെ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എന്ത് ചെയ്തത്? ഇത് പാട്ടല്ലേ, പാടുകയല്ലേ? അത് ചരിത്രം അറിയണ്ടേ? അപ്പൊ ഇവരെ പരിഹാസം, ഈ പരിഹാസം മാത്രമല്ല, ഡോക്ടർ സക്കരിയ സ്വലാഹി ഒരു ദിവസം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ കൂട്ടത്തിൽപ്പെട്ടവരോ മറ്റോ കൂവി. നമ്മളൊക്കെ ഇനി അങ്ങാടിയിൽ വെച്ചിട്ട് കൂവിയാ നമ്മൾ എന്താ ചെയ്യാ? മാന്യന്മാരാണെങ്കിൽ ചെയ്പ്പൊത്തിട്ട് കൂട്ടുകൊടുക്കും, തെണ്ടിപ്പിള്ളേരാണെങ്കിൽ തിരിച്ചു കൂവും. ഇനി ഏത് ലോക്കൽ പ്രസംഗകനാണെങ്കിലും സ്റ്റേജിൽ കയറിയാൽ കൂവൽ കിട്ടിയാൽ എന്താ ഉണ്ടാവുക? അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കും. ഇത് സക്കരിയ സ്വലാഹി ചെയ്യുന്നെന്താ? നിങ്ങളും മൈക്കിലൂടെ കൂവാ. സുബ്ഹാനല്ലാഹ്, മൈക്കിലൂടെ കൂവിയ ഉറപ്പല്ലേ കൂവുന്നവരെ ജയിക്കുന്ന കാര്യം. അത് കേട്ടോളൂ. ഡോക്ടർ സക്കരിയ സ്വലാഹിയുടെ ഡോക്ടറേറ്റ് എടുത്ത കൂവൽ എന്ന് കേട്ടോളി. അതാണ് എന്ത് മുജാഹിദ്? അതാണ് മുജാഹിദ്. ഇതൊന്നും നമ്മളെ പണ്ഡിതന്മാർ എന്തായാലും ചെയ്യില്ല, അതൊരു ഉറപ്പല്ലേ. ഇത് മുജാഹിദ സമയമല്ല. അല്ലെങ്കിൽ അതുപോലത്തെ ആ സൈസ് ഇസ്മായിൽ ഉസ്താദിന്റെ ഭാഷ പറഞ്ഞ ആ തരായി കുറെ ഉണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇനി ജമാഅത്ത് ഇസ്ലാമിയോ അവർ പക്ഷെ മാന്യന്മാരായ പരിഹാസം അങ്ങനെ ഉണ്ടല്ലോ. ഏത് സ്വാലിഹായ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞതുപോലെ മാന്യമായ ആ പരിഹാസം ഇങ്ങനെ ഉണ്ടാവുക. പൊറാട്ട ഇന്ന് ചുട്ടതാണോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് ചുട്ടതാന്ന് പറഞ്ഞില്ലേ, കേട്ടപ്പോ രണ്ടും ഇന്നാ. പക്ഷെ ചോദിച്ചത് പുതിയതാണോ ഫ്രഷ് ആണോ എന്ന അർത്ഥത്തിൽ പൊറാട്ട ഇന്ന് ചുട്ടതാണോ എന്നാ. കടക്കാരൻ പറഞ്ഞത് ഓ പൊറാട്ട നിന്ന് ചുട്ടതാണ് സംഗതി.